കാരണം എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും മാറ്റിയപ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാർ നമ്മൾ വീട്ടിൽ തന്നെ ഇട്ട് അങ്ങോട്ട് അയച്ചു പണിയാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കാർ അയച്ച് പണിതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 2012 മോഡൽ BT LS ആണ്. ഇത് ഡീസൽ എഞ്ചിനാണ്. ഇന്ന് ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും നമ്മൾ മാറ്റും. പിന്നെ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിടണം. പിന്നെ ഓയിൽ ഫിൽറ്റർ മാറ്റുന്നുണ്ട്, അതുപോലെ കൂളൻറ്റും മാറ്റുന്നുണ്ട്. പിന്നെ AC ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് നമ്മുടെ എയർ ഫിൽറ്റർ ഒന്ന് അഴിക്കാം. വണ്ടി അയക്കണം നമ്മുടെ ചങ്കുപ്രോയാണ്. ആൾ പട്ടാളത്തിൽ ചെറിയ മെക്കാനിക്കാണ്. എയർ ഫിൽറ്റർ നല്ലോണം ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഈ അടുത്ത് മാറിയതാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അതുപോലെ നമുക്ക് ട്രെയിൻ നെട്ട് അയച്ചിട്ടിട്ട് ഓയിലൊക്കെ അങ്ങോട്ട് ഊറ്റിക്കളയാം. അവിടെ വാഷറൊന്നും വേണ്ടല്ലോ. വാഷർ വേണ്ട, വാഷർ ടൈപ്പാണ് പോയിട്ട് വേണ്ട, ഒന്നും വേണ്ട. ഓയിൽ നല്ല മോശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റേണ്ട ടൈം കഴിഞ്ഞ്. കുഴപ്പമുണ്ടോ? ഓയിൽ കുറുക്കിട്ടാ 2 കൊല്ലം ഓയില്. എഞ്ചിൻ ഓയിൽ മൊത്തം പോകുന്നില്ലേ? ഗിയർ ഓയിലല്ലേ? ഗിയർ ഓയിൽ നാല് സൈഡൊന്നും എടുത്തിട്ട് മാറിയിട്ടില്ല. അപ്പം ഇങ്ങനെ കണ്ട ഈ പ്രാവശ്യം മാറുകയാണെങ്കിൽ ഒരച്ചോടല്ലേ കിടക്കുന്ന മാറാം മാറ്റിക്കോ. ഞാനിപ്പോൾ 5 കൊല്ലം യൂസ് ചെയ്യും. 5 കൊല്ലം നമുക്ക് മാറിക്കളയോ, താൻ പേടിക്കണ്ട. എന്തോരം ഗിയർ ഓയിൽ വരുന്നു ആ വഴിക്ക് അറിയാൻ പറ്റും. നല്ല ഓയിലാണ്. നല്ലതല്ല അതിൻ്റെ ഇതുവരെ ക്വാളിറ്റി മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലായി ഇല്ല. 10 ഓയിൽ കൊള്ളൂല്ലേ? ഗിയർ ഓയിൽ 10 ഇത് വേണം. കളഞ്ഞിട്ട് ട്രെയിൻ കൊണ്ടോ? ഓ പോണു. കളഞ്ഞിട്ട് എനിക്ക് ട്രെയിൻ ഇതാ നമ്മുടെ വണ്ടി കൂളൻറ്റും കൂടെ നമുക്ക് അങ്ങോട്ട് ട്രെയിൻ ചെയ്യാം. പണി കൂളൻ്റില്ല. ഇതൊക്കെ അടച്ചു കഴിഞ്ഞാൽ നേരെ ഓയിൽ വെച്ചാൽ പോരെ. കൂളൻറ്റിൻ്റെ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് അടച്ചിടല്ലേ? എല്ലാം അടച്ചിട്ട് ഒന്നും അടയ്ക്കാത്തത് ഒന്നുമില്ല. എല്ലാം ഫിനിഷ് ചെയ്ത് മുകളിലെ പണി മാത്രം ആക്കിയിടുന്നു. ഓയിലുകളൊക്കെ ഊറ്റിയ ശേഷം നമ്മൾ അതിൻ്റെ ട്രെയിൻ നെട്ടൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ലീക്കാവാത്ത രീതിയിൽ. ഗിയർ ബോക്സിൻ്റെ അല്ലെങ്കിൽ ബോൾട്ടാണ് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ടയർ ലെവലിൽ താഴത്ത് മുട്ടിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഇത്ര ഈസിയായിട്ട് പൊങ്ങിക്കുന്നതുകൊണ്ട് ഓയിലൊക്കെ ഡ്രെയിൻ ആയിട്ടുണ്ടാവും മൊത്തം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ടൈറ്റ് ചെയ്ത്. ഇനി നമുക്ക് കൂളൻ്റ് അടിച്ചു വിട്ടിട്ടുണ്ട്. ഫ്ലഷിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല ക്ലിയർ കൂളൻ്റാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ മാറണം എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. റോസ് മാത്രം അഴിച്ചിട്ട് അതിനകത്ത് നിന്ന് ഡ്രെയിൻ ചെയ്താൽ മതി. കൂളൻ്റ് മൊത്തം കൂളൻ്റ് ഡ്രെയിൻ ആവും. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഫ്ലഷൊക്കെ ചെയ്യുമ്പോൾ മാത്രമുള്ള അതിൻ്റെ ആവശ്യം. അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ബ്ലോക്കിലുള്ള വെള്ളം ഇതിൻ്റെ അടിയിലാണല്ലേ? അതിൻ്റെ അടിയിലാണ്, കൺജസ്റ്റഡ് ഏരിയയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഇത്തിരി കൂടി കയറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഗിയർ ഓയിൽ ഒഴിക്കണം, എഞ്ചിൻ ഓയിൽ ഒഴിക്കണം, കൂളൻ്റ് ഒഴിക്കണം, എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം പണികളങ്ങോട്ട് തീർന്നു. 2 ലിറ്റർ കൂളൻ്റാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അത് ഓരോ വണ്ടിയും കേടനുസരിച്ച് നോക്കി വാങ്ങിക്കണം. ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് എന്ന് പറയില്ലേ? അപ്പോൾ കൂളൻ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യണ വെള്ളം നമ്മൾ ഇതിൻ്റെ ലെവൽ നോക്കി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കൂളൻ്റൊക്കെ മിക്സ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗിയർ ഓയിൽ ഒഴിക്കാം. ഗിയർ ഓയിൽ ഒഴിക്കാം. വണ്ടിയുടെ താഴെ ആളുണ്ട്. ആള് ലെവൽ നെറ്റിലേക്ക് ഹോസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗിയർ ഓയിൽ ഒഴിക്കാനായിട്ട്. കയറുണ്ടോ കറക്റ്റായിട്ട്? ഗിയർ ഓയിൽ ഒഴിച്ചാൽ നീ അതിനകത്ത് കുറച്ച് കിട്ടെ. ഓസ് നോക്കി പിടി, ഇത്തിരി ഒഴിച്ചിട്ട് ഓസ് നോക്കി പിടിക്കണം കേട്ടോ. എന്താ
കുറച്ച് എടുത്തിട്ട് ബാക്കി കുറച്ച് കൊടുത്തിട്ട് അങ്ങനെ ഞാനേ എടുത്തിട്ട് നീ കൈ അപ്പം തന്നെ അതെ മറക്കാണ്ട് എടുക്കാം അപ്പോൾ ഒരു താഴെ പോകില്ല മനസ്സിലായി ഒരു പൊക്കത്തിന് എടുക്കാൻ പറ്റുമോ നിനക്ക് എന്താ പിടി പിടി എവിടെ അങ്ങനെ തന്നെ എടുക്കുന്നത് അപ്പം തന്നെ തിരിച്ചു പോയി ഡ്രെയിനിട്ടില്ല വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ 2 അയച്ചില്ല നമ്മള് ഡ്രെയിനിട്ടില് അഴിച്ച് ഓയിൽ ഉറുത്തി ഇപ്പം 2 അയച്ച് നോക്കി 10 ഓയിൽ കയറിയായിരുന്നു ഗിയറോയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് എയർ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എയർ ഫിൽറ്റർ എന്തായാലും മാറ്റുന്നില്ല, ഇത് ക്ലീൻ ചെയ്ത് തരണുള്ളൂ. അധികം പഴക്കമില്ലാത്ത കാരണം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഡീസൽ ഫിൽറ്ററും മാറ്റുന്നില്ല, കാരണം അതും അധികം പഴക്കമില്ലാതെ ഞാൻ ഇട്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും ഡീസൽ ഫിൽറ്ററൊക്കെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ അധികം പഴക്കമില്ലാത്ത കാരണം ഇപ്പോൾ തൽക്കാലം അത് മാറ്റുന്നില്ല. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഓയിലിൽ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഫസ്റ്റ് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓയിൽ പമ്പ് ചെയ്യുന്ന നേരെ ഓയിൽ സ്ട്രെയിനർ വഴി കയറി പോകുന്നത് ഫിൽറ്റർ ചെയ്താണ്. അപ്പോൾ ഫിൽറ്റർ ഒന്നും ലൂബ്രിക്കേറ്റ് ആയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഓരോ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഇത് സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സ്റ്റാർട്ട് ക്രാങ്ക് ചെയ്യുമ്പോൾ ആയിക്കോളും. പക്ഷേ ക്രാങ്ക് ചെയ്യുന്നതിന് നമ്മൾ മുമ്പ് തന്നെ ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഇത് മൊത്തം ലൂബ്രിക്കേഷൻ ആവാനുള്ള പരിപാടിയാണ്. മനസ്സിലായി? കൈ വിറക്കണ്ടല്ലോ. പിന്നെ എനിക്കിത് കുറച്ച് ചോദിക്കാനും പറഞ്ഞിട്ടല്ലേ, ഓയിൽ പോകാനും വെള്ളമല്ലേ. അത് നമ്മൾ ഓയിൽ ഫിൽറ്റർ സെറ്റ് ചെയ്ത് അതിനകത്തൊരു ഓറിങ് ഉണ്ട്, ചേഞ്ച് ചെയ്യണം. മനസ്സിലായി? അതിനെന്താ വെച്ചാൽ ഓറിങ്സ് എന്ന് പറഞ്ഞാൽ 1 ടൈം ടൈറ്റാണ്. മനസ്സിലായി? 1 ടൈം ടൈറ്റിൽ ഓറിങ് ചേഞ്ച് ചെയ്യണം. പക്ഷേ ഡീസൽ ഫിൽറ്റർ അല്ല കമ്പനിയുടെ അല്ല, മറ്റേ ഓയിൽ ഫിൽറ്റർ സപ്ലൈ ചെയ്യണ ഓരോരോ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രാവശ്യം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഓറിങ് ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഇത് 32 നമ്പറിൻ്റെ ബോക്സാണ് നമ്മൾ എടുത്തേക്കണത്. മനസ്സിലായി? സെറ്റ് ചെയ്യാനായിട്ട് ഈ ഫിൽറ്ററും ടൈറ്റ് ചെയ്യണം. ഫിൽറ്റർ ടൈറ്റ് ചെയ്യണം. ഈ ഗാർഡൊന്നും ഊരി വെക്കോ? കമ്പിടിച്ചാൽ ശരിയല്ലേ, അത് ടൈറ്റ് ചെയ്യണ സ്ഥലം കാണണ്ടേ. കഴിക്കണല്ലോ എല്ലാ കാര്യങ്ങളും ചടപടേന്നായിക്കോട്ടെ എന്നുള്ള അടിയിൽ തന്നെ ടൈറ്റ് ചെയ്താ. പിന്നെ ഞാനാണ് ടൈറ്റ് ചെയ്ത്. അതില്ലെങ്കിൽ എല്ലാ ഓയിലും താഴെ ഉണ്ടാവും. താഴെ നോക്കിയേ ടോർച്ചടിച്ച്. ഇല്ല പോവില്ല, ഞാൻ സമ്മതിക്കില്ല. ഞാനാ ടൈറ്റ് ചെയ്ത്. സമ്മതിക്കില്ല. ഇല്ല അവൻ ടൈറ്റ് ചെയ്തോണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ അടവുകളൊക്കെ തീർത്താണ് ഇത് കറക്റ്റ് ആയിട്ടാണ് ഇതല്ലേ നിങ്ങൾ ഞാൻ പറയട്ടെ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലല്ല, അങ്ങനെയല്ല ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് ഈ ഇതിനകത്ത് ഇത്ര അളവാ. എഞ്ചിനോയിൽ കപ്പാസിറ്റി ഓൾറെഡി കമ്പനി റെക്കമെൻഡ് ചെയ്യണല്ലേ. മനസ്സിലായേ? ഡിപ്സ്റ്റിക്കുമ്പോ കിട്ടും നമുക്ക് കറക്റ്റ്. മനസ്സിലായി? ഓക്കെ. തലകുത്തി കഴിഞ്ഞാൽ അടപ്പുറക്കും ഒറ്റയടിക്ക് താഴ്ത്തു പോകും. അങ്ങനെയല്ല, അതിൽ കൂടുതലും അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ AC ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ AC ഫിൽറ്റർ അയച്ചെടുക്കേണ്ടത്. നമ്മുടെ ബീറ്റിൻ്റെയൊക്കെ ഫിൽറ്റർ കഴിക്കുന്നത് ഈ സ്റ്റോറേജ് ബേസിൻ്റെ പുറകിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പയ്യനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസ് അവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഫിൽറ്റർ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ ഒന്ന് ഊരിയിട്ട് ക്ലീൻ ചെയ്തിടാം. അതുപോലെ നമ്മുടെ കാറിൻ്റെയൊക്കെ ഫിൽറ്റർ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ACയുടെ കൂളിംഗ് ഒക്കെ കൂടും. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. ഗിയറോയിലൊക്കെ മാറ്റിയപ്പോൾ നമ്മുടെ ഗിയർ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഒരു റിവേഴ്സൊക്കെ ഇടുമ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നല്ല സ്മൂത്തായിട്ട് വീണുണ്ട്. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.